നമ്മളിന്നേ പല്ലശ്ശന വാമലയിലോട്ടൊന്ന് പോകുവാണ്. ഇതാ ഈ കാണുന്നതാണ് അങ്ങോട്ടുള്ള വഴി. നല്ല കയറ്റമാണ് മുകളിലോട്ട്. പാലക്കാട് ജില്ലയിൽ ശരിക്കും 3 വാമലകളാണുള്ളത്. അത് ഒന്ന് ഈ പല്ലശ്ശന വാമല, പിന്നെ പല്ലാവൂർ വാമല, പിന്നെ കണ്ണമ്പ്ര എന്ന് പറയുന്ന സ്ഥലത്തൊരു വാമലയുണ്ട്. ഇവിടെ ഈ പല്ലശ്ശന വാമലയിലുള്ളത് അയ്യപ്പസ്വാമി ക്ഷേത്രമാണ്. പല്ലാവൂർ വാമല മുരുകക്ഷേത്രമാണ്. എന്നാൽ കണ്ണമ്പ്രയിലുള്ളത് ശിവക്ഷേത്രമാണ്. അവിടെ ഒരു വലിയൊരു 1500 വർഷം പഴക്കമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു വലിയ ശിവലിംഗമൊക്കെ ഉണ്ട്. കുറച്ചിങ്ങനെ കയറി വരുമ്പോൾ നമുക്കിങ്ങനെ നടവഴി കാണാം. അങ്ങോട്ടുള്ള നല്ല അണയ്ക്കുന്നുണ്ട്. ഈ വേർപ്പിൻ്റെ അസുഖം ഉള്ളതുകൊണ്ട് കുറച്ച് കയറ്റം കയറിയപ്പോൾ തന്നെ ക്ഷീണിച്ചു അല്ലേ. ഇങ്ങനെ പോകുമ്പോൾ പണ്ട് എരുമേലിയിൽ നിന്ന് നമ്മൾ ട്രഡീഷണൽ റൂട്ട് വഴി മലയ്ക്ക് പോയ ഒരു ഓർമ്മയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ കയറി ഇവിടെ വരുമ്പം മുകളിലേക്ക് ചവിട്ടുപടികൾ കാണുന്നുണ്ട്. ഇവിടെ ഫുള്ള് എല്ലാവരും പ്ലാസ്റ്റിക് കുപ്പികളും ഒക്കെ കൊണ്ടിട്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കഴിയുന്ന ഒഴിവാക്കുക. ഇവിടെ നമുക്കിങ്ങനെ മുകളിലോട്ട് കയറാനായിട്ട് പടികളും പിടിച്ചു കയറാൻ കയറുമൊക്കെ ഉണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു ഗുഹ പോലെ കാണാം. വീണ്ടും മുകളിലോട്ട് കയറുവാണ്. ചില സ്റ്റെപ്പുകളൊക്കെ കാണാം. ഇവിടെ ഇങ്ങനെ കയറി മുകളിലെത്തിക്കഴിഞ്ഞാൽ ഇവിടുന്ന് കാണുന്ന വ്യൂ ഇതാണ്. താഴേന്ന് നമ്മളിങ്ങനെ പിടിച്ച് മുകളിലോട്ട് കയറി വരണം. ഇവിടുന്ന് വീണ്ടും നമ്മൾ മുകളിലോട്ട്. ഇവിടെ നിന്ന് നമുക്ക് പല്ലശ്ശനയുടെയും പാലക്കാടിൻ്റെ ഗ്രാമപ്രദേശങ്ങളുടെയൊക്കെ നല്ലൊരു വ്യൂ കാണാനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മൾ ഇവിടുന്ന് വീണ്ടും മുകളിലോട്ട്. ചെരുപ്പിടാതെ കയറിയാൽ കുറച്ചുകൂടെ ഗ്രിപ്പ് കിട്ടും. പക്ഷേ മുള്ളൊക്കെ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കണം. ഇവിടെ എത്തുമ്പം വീണ്ടും ചില സ്റ്റെപ്പുകൾ കൊത്തിവെച്ചിരിക്കുന്നത് കാണുന്നുണ്ട്. ഈ സ്റ്റെപ്പുകൾ വഴി നമുക്ക് മുകളിലോട്ട് കയറാം. ഇപ്പം നമുക്ക് ക്ഷേത്രം കാണാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ക്ഷേത്രത്തിലോട്ട് ചെല്ലുന്നത്. നമ്മളിപ്പോൾ ഏതാണ്ട് ഏറ്റവും മുകളിൽ എത്തിക്കഴിഞ്ഞു. ഇപ്പം നമ്മൾ ക്ഷേത്രത്തിൻ്റെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞു. ഇതാണ് ക്ഷേത്രം. ഇവിടെ ഇപ്പം നിത്യപൂജയില്ല. കൊറോണയ്ക്ക് മുമ്പ് നിത്യപൂജ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞു കേട്ടത്. ഇങ്ങനെ ക്ഷേത്രത്തിൻ്റെ മുമ്പിലൊരു മണ്ഡപം. അതിന് മേൽക്കൂരയില്ല. ഈ മണ്ഡപത്തിന് പുറകിലാണ് ശ്രീകോവിലുള്ളത്. ഇവിടെ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ ഇതൊക്കെയാണ്. വെറുതെ അല്ല വിനീത് ശ്രീനിവാസൻ ഈ പല്ലശ്ശന ഗ്രാമത്തിൻ്റെ ഒരു ഫാനായത്.